ധാർമ്മിക വിപ്ലവം സിന്ദാബാദ്, SSF സിന്ദാബാദ്. ഈ കൊടി ഞങ്ങളുടെ ജീവനാണ്, കരളിലൂറും ചോരയാണ്. മുദ്രാവാക്യത്തിന്റെ വീര്യം കൂട്ടാൻ എഴുതി വെച്ചതാണ് ഈ വരികളെന്ന് ചിലരെങ്കിലും പറയും. ധാർമ്മിക വിപ്ലവമല്ല ശ്മശാന വിപ്ലവം എന്ന് പരിഹാസത്തിരുത്തുമായി വരും ഇനിയും ചിലർ. SSF എന്തുകൊണ്ട് അതിന്റെ പ്രവർത്തകരിൽ വികാരമായി പതഞ്ഞു നുരയുന്നുവെന്ന് ഇവർക്കറിയില്ലല്ലോ. അതറിയുന്നത് ആ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നവർക്കും അതേറ്റു വിളിക്കുന്നവർക്കുമല്ലേ. വിപ്ലവം കലാപമായും സായുധ പോരാട്ടമായും മനസ്സിലാക്കി വെച്ചവർ ഏതു ബൈനോക്യുലർ വെച്ച് തെരഞ്ഞാലും SSF ഉണ്ടാക്കിയ വിപ്ലവം കാണാനേ പോകുന്നില്ലല്ലോ. 17-ാം വയസ്സിൽ ഇടങ്കാല് വെച്ച് വീഴ്ത്തിയതാണ്. യാദൃശ്ചികമാണ് സംഘടനാ പ്രവേശനം എന്നാണ് ഞാനും വിചാരിച്ചത്. അല്ലെന്നു മനസ്സിലായത് SSF നിരത്തിയിട്ട ബെഞ്ചിൽ വന്നിരുന്നപ്പോഴല്ല, SSF വേണ്ടി ബെഞ്ച് നിരത്തിയിടാൻ തുടങ്ങിയപ്പോഴാണ്. പല വഴികളിലൂടെ കറങ്ങിത്തിരിഞ്ഞവരെ ഒരു ചിരി കൊണ്ടും ഒരു ചുമൽ സ്പർശം കൊണ്ടും ആ ബെഞ്ചിലിരുത്താൻ ശ്രമം തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ മുതൽ നമ്മൾ അറിയാൻ തുടങ്ങും SSF എന്നത് എളുപ്പം സാധിച്ചെടുക്കാൻ കഴിയുന്ന വിപ്ലവമല്ലെന്ന്, അതൊരു മഹാസാഹസമാണെന്ന്. ആദ്യമായി വിളിച്ച മുദ്രാവാക്യം ഒട്ടും ഭാരമില്ലാതായിരുന്നു. ആരോ വിളിക്കുന്നൊരു മുദ്രാവാക്യം ഏറ്റുവിളിക്കുമ്പോൾ ആർക്കാണ് മുദ്രാവാക്യം ഭാരമുള്ളതാവുന്നത്? മുദ്രാവാക്യത്തിന്റെ പിന്നിലെ സിദ്ധാന്തത്തെക്കുറിച്ച് തിരിച്ചറിയുമ്പോഴാണല്ലോ അതിനു ഭാരം വെക്കുന്നത്. ഭാരം മുദ്രാവാക്യത്തിൻ്റെതല്ലല്ലോ, അത് സിദ്ധാന്തത്തിൻ്റെതാണല്ലോ. കത്തിക്കുക, പൊട്ടിക്കുക, ഉടക്കുക, തല്ലിത്തകർക്കുക, ഇതെല്ലാം എത്ര എളുപ്പമാണെന്നും അതല്ല വിപ്ലവമാണെന്നും വിപ്ലവം മനുഷ്യനെ നിർമ്മിക്കലാണെന്നും തിരിച്ചറിയുമ്പോഴാണ് ഒരാൾ SSF ആകുന്നത്. എൻ്റെ ഉമ്മ പിന്നെയും പിന്നെയും എന്നോട് തന്നെ പറയാറുള്ളത്, നെഞ്ചുഴിഞ്ഞു ഞാൻ നടത്തിയ ദുആയുടെ റബ്ബിന്റെ സമ്മാനമാണ് SSF എന്ന രൂപത്തിൽ നിന്റെ മുന്നിൽ പ്രത്യക്ഷമായത് എന്നാണ്. നിന്നെ SSF ആക്കിയത് മറ്റാരുമല്ല, എൻ്റെ ദുആ ആണെന്ന്. ആ സത്യം എനിക്കറിയാമെങ്കിലോ, ഞാനത് അനുഭവിച്ചിട്ടുണ്ടെങ്കിലോ, എനിക്കെന്റെ ഉമ്മ തന്നെ ആവാതിരിക്കുമോ SSF? എൻ്റെ ഉള്ളിലുള്ളത് പടധ്വനി തീർത്തിട്ടുണ്ടെങ്കിലോ, എൻ്റെ ഉള്ളിലെ എന്നെ അത് കീഴ്മേൽ മറിച്ചിട്ടുണ്ടെങ്കിലോ, എങ്കിൽ ഞാൻ ആർത്തു വിളിക്കാതിരിക്കുമോ ധാർമ്മിക വിപ്ലവം സിന്ദാബാദ് എന്ന്? ഇത് എന്റെ മാത്രം കഥയല്ലല്ലോ, ഇത് ആയിരക്കണക്കിന് പേരുടെ കഥയാവുമ്പോൾ, അവർ അനുഭവിച്ചറിഞ്ഞതാവുമ്പോൾ അവർ എങ്ങനെ വിളിക്കാതിരിക്കും? ഇക്കൊടി ഞങ്ങളുടെ ജീവനാണെന്ന്, ചങ്കിലൂറും ചോരയാണെന്ന്, ഇക്കൊടി താണു പറക്കില്ലെന്ന്, ഇക്കൊടി ഞങ്ങൾ ഉയർത്തിക്കെട്ടുമെന്ന്. തടപ്പാട് മജീദ് അരിയല്ലൂർ.